ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഓൾട്ടേഡ് കണ്ടന്റ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് യൂട്യൂബ് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരുപാട് പേർക്ക് അവർ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ ഇപ്പോഴൊരു കൺഫ്യൂഷനുണ്ട്. ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ആണോ, ചിലത് ഓൾട്ടേഡ് കണ്ടന്റ് അല്ലേ എന്നെല്ലാം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഡെസ്ക്ടോപ്പിലെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ എല്ലാം വന്നു കാണും. നിങ്ങൾക്ക് അധികം താമസിയാതെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടി ഇതുപോലെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്ക്ലോഷർ എല്ലാം കൊടുത്തതിന് ശേഷമാണ് ഇനി നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചു കാര്യങ്ങളെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പലർക്കുമുള്ള ഒരുപാട് ഡൗട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നു, അതിൽ കുറച്ച് ഓഡിയോക്ക് എഫക്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന് ബ്രൈറ്റൻ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് ബ്യൂട്ടിഫൈ ഈ ഓപ്ഷൻ എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ഓൾട്ടേഡ് കണ്ടന്റിൽ വരുമോ എന്നെല്ലാം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഇതിന് നിങ്ങൾ ഈ ഒരു ഡിസ്ക്ലോഷർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇത് ഓൾട്ടേഡ് കണ്ടന്റ് എന്ന് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ശരിക്കും ഈ ഓൾട്ടേഡ് കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ വീഡിയോയിൽ റിയൽ അല്ലാതെ ചിലതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് AI എല്ലാം യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അഡീഷണലായി ചില കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ വ്യൂവേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇത് റിയലായ കാര്യമാണോ എന്നെല്ലാം. ഇത്തരത്തിൽ നമ്മൾ മീനിങ് ഫുള്ളായ എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത്, അതായത് യൂട്യൂബിൻ്റെ പോളിസി എല്ലാം അംഗീകരിച്ച് അതിനനുസരിച്ച് നമ്മൾ ഇത്തരത്തിൽ ചില എഡിറ്റിങ്ങിൽ ചില ട്രിക്കെല്ലാം ചെയ്ത് പലതും നമ്മൾ ചെറിയ രീതിയിൽ മാറ്റമെല്ലാം വരുത്താറുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഓൾട്ടർ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് നിങ്ങളുടെ വ്യൂവേഴ്സിന് അവർക്ക് ഇത് മനസ്സിലാകുന്ന തരത്തിൽ ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് നിങ്ങൾ കൊടുക്കണമെന്നാണ് യൂട്യൂബ് ഇപ്പോൾ അറിയിക്കുന്നത്. കാരണം നമ്മുടെ വ്യൂവേഴ്സിന് ഇത് റിയൽ ആണോ എന്ന് അറിയാനുള്ള അതിനുള്ള ആഗ്രഹമുണ്ട്. അതിനാൽ തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ ഓൾട്ടേഡ് കണ്ടന്റ് ആണെങ്കിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് മഞ്ഞൊന്നും പെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ മഞ്ഞെല്ലാം പെയ്യുന്ന രീതിയിൽ അത്തരത്തിലൊരു വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിനനുബന്ധമായ ഒരു കണ്ടന്റ് എല്ലാം ചെയ്യുന്നു. അപ്പോൾ ഇത് റിയലായുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾക്ക് AI യൂസ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റു ടൂൾസ് എല്ലാം യൂസ് ചെയ്ത് വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. എന്നാൽ ഇങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് ഇത് ഡിസ്ക്ലോഷറിൽ കൊടുത്തിരിക്കണമെന്നാണ് യൂട്യൂബ് അറിയിക്കുന്നത്. അതിനാൽ തന്നെ വ്യൂവേഴ്സിന് മനസ്സിലാകും ഇതിൽ നമുക്ക് ഓൾട്ടേഡ് കണ്ടന്റ് എല്ലാം ഉണ്ട് എന്ന്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഓൾട്ടേഡ് കണ്ടന്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഓൾട്ടേഡ് കണ്ടന്റിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുക്കാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ വ്യൂവേഴ്സിന് എവിടെയാണ് ഇത്തരത്തിൽ ഈ ഓൾട്ടറേഷൻ എല്ലാം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് ലാബൽ ചെയ്തിരിക്കുന്നത് എന്നെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാനെല്ലാം സാധിക്കും. ഇനി കുറേ പേർക്കുള്ളൊരു ഡൗട്ടായിരിക്കും, നമ്മൾ നിലവിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തത് ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ലാബൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾക്ക് ലാബൽ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ പഴയ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ലാബൽ ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇത് കമ്പൽസറിയായി ഇപ്പോൾ ചെയ്യണമെന്ന് ഇതുവരെ യൂട്യൂബ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഡിജിറ്റൽ ലിറ്ററസിയുടെ ഭാഗമായെല്ലാമാണ് ഇത്തരത്തിൽ അഡീഷണലായ ഒരുപാട് കാര്യങ്ങളെല്ലാം യൂട്യൂബ് കൊണ്ടുവരുന്നത്. അതിനാൽ തന്നെ ഒരുപാട് വ്യൂവേഴ്സിന് അവർക്ക് നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾട്ടേഡ് കണ്ടന്റ് എല്ലാം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് മുകളിലായി ഇവിടെ ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് ലാബലെല്ലാം വരും. അതായത് സിന്തറ്റിക് കണ്ടന്റ് അല്ലെങ്കിൽ ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അതിന് മുകളിൽ ഇത് എഴുതി കാണിക്കും. ഇത്തരത്തിലാണ് യൂട്യൂബ് ഇപ്പോൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ്, ഇത്തരത്തിൽ നമ്മൾ ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ റീച്ചിനെ അല്ലെങ്കിൽ ഇത് മോണിറ്റൈസേഷനെ എല്ലാം ബാധിക്കുമോ എന്നെല്ലാം. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് കൊടുക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റീച്ചിനെയോ അല്ലെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷനെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല. വ്യൂവേഴ്സിന് ഇത് എത്തരത്തിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ നമ്മൾ, അല്ലെങ്കിൽ ഇതിൽ ഇത്തരത്തിൽ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ റീച്ചിൻ്റെ കാര്യത്തിലൊന്നും തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് പലർക്കും കൺഫ്യൂഷൻ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കറക്റ്റായി ചിലപ്പോൾ ലാബൽ ചെയ്തു എന്ന് വരില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു പോളിസിയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി ഇത് കറക്റ്റായി ലാബൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ യൂട്യൂബ് നിർദ്ദേശിച്ചിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്